അറിയാമോ, ഞാൻ ചേട്ടനോട് പറഞ്ഞിരുന്നു. നീ ആ 6 അടിച്ചത് കണ്ടോ? അയ്യോ ചേട്ടാ, എന്താ നീ പേടിച്ചോയോ? എന്താ ഈ പറയുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, എന്തായിരുന്നു ചേട്ടന്റെ ഇന്നത്തെ ഇന്നിങ്സ്? ബൗണ്ടറിക്ക് പുറകെ ബൗണ്ടറികൾ, നല്ല രസമായിരുന്നു. ശരിയാണ് ചേട്ടാ. രസിക്കാതിരിക്കുന്നത് എങ്ങനെ? ഒറ്റ ദിവസം പോലും പ്രാക്ടീസ് മിസ് ചെയ്യാറില്ല. ഡിസിപ്ലിൻ വേണം, ഡിസിപ്ലിൻ. ഓഹോ, അപ്പോൾ ലൈഫിന്റെ പ്രശ്നമാണെങ്കിലോ? അവിടെ ഡിസിപ്ലിൻ എവിടേക്കാ പോകുന്നത് ചേട്ടാ? എന്ന് വെച്ചാൽ ഡിസിപ്ലിൻ കേവലം പിച്ചിൽ മാത്രമല്ല, മറിച്ച് റോഡിലും വേണം ചേട്ടാ. ലൈഫിന്റെ ഇന്നിങ്സ് നീണ്ടതായിരിക്കട്ടെ. പിന്നെ മേലിൽ ഹെൽമെറ്റിനൊപ്പം റൈഡിംഗ് ഗിയറും ധരിക്കണം. താങ്കളെ ആശ്രയിച്ചല്ലേ മൊത്തം ടീമും ഇരിക്കുന്നത്. വലുതായല്ലോ രണ്ടുപേരും. ബാറ്റിംഗ് ഓർഡറിൽ പ്രൊമോഷൻ നൽകേണ്ടി വരുമല്ലോ. എന്താ ചേട്ടാ? ശരി, ഞാൻ പോകുന്നു. ഹായ് ചേട്ടാ. അച്ഛാ, ബ്രേക്ക് ചവിട്ട്. ഈ ഫോണാണ് എല്ലാ പ്രശ്നങ്ങളുടെയും ആണി. ഓരോ 2 സെക്കൻഡിലും നിന്റെ ശ്രദ്ധ ഫോണിലാണുള്ളത്. ഇത്രയും ഡിസ്ട്രാക്ഷൻ ഉണ്ടായാൽ പഠിത്തത്തിൽ നല്ല മാർക്ക് എങ്ങനെ നേടും? അച്ഛാ, ഞാൻ ഫോണിലൂടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് വൈവയാണ്. അതിനായി കുറച്ച് കാര്യങ്ങൾ നോക്കുകയായിരുന്നു. പിന്നെ അച്ഛന്റെ അറിവിലേക്കായി ഞാൻ പറയട്ടെ, ക്ലാസ്സിലെ ടോപ്പ് 10 കുട്ടികളിൽ ഒരാളാണ് ഞാൻ. അതിരിക്കട്ടെ, ഡ്രൈവ് ചെയ്യുമ്പോൾ അച്ഛൻ എപ്പോഴും ഫോൺ ഉപയോഗിക്കുന്നത് ഡിസ്ട്രാക്ഷൻ അല്ലേ? എടാ, അത് എന്റെ ജോലിയാണ്, എനിക്കത് ഡിസ്ട്രാക്ഷൻ അല്ല. പക്ഷെ അച്ഛാ, എന്റെ അഭിപ്രായത്തിൽ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന എന്തും ഡിസ്ട്രാക്ഷൻ ആണ്. ഉദാഹരണത്തിന് ലൈറ്റ് ഗ്രീനായെന്നും സ്കൂളിൽ എത്തണമെന്നും അച്ഛൻ മറന്നുപോയില്ലേ? ഓ, ഇന്നത്തെ കാലത്തെ കുട്ടികളോട് എന്തെങ്കിലും പറയുന്നത് തന്നെ വെറുതെയാണ്. മറിച്ച് അവർ നമ്മളെ ഉപദേശിക്കും. എടാ, എത്രയോ വർഷങ്ങളായി ഞാൻ വണ്ടി ഓടിക്കുന്നു, കോൺഫിഡൻസ് എന്നൊരു സംഗതി ഉണ്ടോ ഇല്ലയോ? പ്രതാപ്, ഓർഡറിന്റെ കാര്യം എന്തായി? ഇന്ന് വാഹനം ഏതവസ്ഥയിലും ലോഡായിരിക്കണം. ഞാൻ ഡീറ്റെയിൽസ് അയക്കാം 1 മിനിറ്റിനകം. ഞാൻ എത്താറായിട്ടുണ്ട്. ശരി. ആ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പൊ എവിടെ പോയി? അച്ഛാ, ബ്രേക്ക് ചവിട്ട്. സോറി മോനെ, അത് പിന്നെ ഞാൻ. സാരമില്ല സർ, എനിക്ക് കുഴപ്പമില്ല. താങ്കൾക്ക് കുഴപ്പമില്ലല്ലോ. സാർ, ഒരു കാര്യം പറയട്ടെ, ഇന്ന് ഞാനും എന്റെ ചില സുഹൃത്തുക്കളിൽ നിന്ന് പാഠം പഠിച്ചു. നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് നമ്മുടെ ജീവിതം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഫോൺ കോളിനേക്കാളും മെസ്സേജിനേക്കാളും വളരെ ഇമ്പോർട്ടന്റ്. അത് മാത്രം ആലോചിച്ചാൽ മതി. കൊള്ളാം അച്ഛാ, ഇത്തവണ ടെസ്റ്റിൽ അച്ഛൻ ഫുൾ മാർക്ക് സ്കോർ ചെയ്തു. പിന്നെന്തുണ്ടായി? എന്തുണ്ടായിരുന്നോ? എടി, അച്ഛൻ ഫോണിലായിരിക്കുമ്പോ മുന്നിൽ പെട്ടെന്ന് ബൈക്കിൽ ഒരു ചേട്ടൻ വന്നു. അദ്ദേഹം പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. എടി, ഞാൻ വല്ലാതെ പേടിച്ചു. എന്റെ അമ്മോ, നിന്റെ കഥ കേട്ടപ്പോ തോന്നുന്നു ഇറ്റ് വാസ് എ വെരി ക്ലോസ് ഷേവ്. ആർക്കൊന്നും പറ്റാത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിന്റെ അച്ഛന് വിഷമം തോന്നുന്നുണ്ടാവും. അദ്ദേഹത്തിന് തെറ്റ് ചെയ്തതായി തോന്നുന്നുണ്ട്. അന്ന് തൊട്ട് ധാരാളം റോഡ് സേഫ്റ്റി വീഡിയോസ് കാണുന്നതുകൊണ്ടാവാം. ഇന്നും എന്നോട് പറയുന്നുണ്ടായിരുന്നു, നീ സ്വന്തം കാർ ഓടിക്കുമ്പോൾ എപ്പോഴും ഓർമ്മിക്കുക, വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് വാഹനങ്ങൾ കാണപ്പെടാത്ത അനേകം ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട്. അതിനാലാണ് മിറർ, സിഗ്നൽ, മാനോവർ. ആദ്യം കണ്ണാടിയിൽ നോക്കണം, ട്രാഫിക്കിൽ സ്വന്തം പൊസിഷൻ അനലൈസ് ചെയ്യണം, അല്പം തിരിഞ്ഞ് ഷോൾഡറിന്റെ പിറകിൽ നോക്കണം നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. വണ്ടിയുടെ സ്പീഡ് കുറച്ചുകൊണ്ട് സിഗ്നൽ നോക്കി സൈഡിലേക്ക് ആക്കണം. എന്റെ അച്ഛൻ എനിക്ക് മനസ്സിലായി. 3ാമത്തെ തവണ അച്ഛൻ ഇത് പറയുന്നു. എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് വരുവാൻ ഇനി 1 വർഷം കൂടി ബാക്കിയുണ്ട്. എടാ, ഒരുക്കങ്ങൾ തുടക്കം മുതൽ ചെയ്യേണ്ടതുണ്ടല്ലോ. തയ്യാറെടുപ്പില്ലാതെ വിരാടിനും കവർ ഡ്രൈവ് ചെയ്യാനാവില്ല. നിനക്ക് നിരത്തിലാണ് ഡ്രൈവ് ചെയ്യേണ്ടത്.
എന്താ? അതെ അച്ഛ. ഒഴിവായി പോയ ആ ആക്സിഡന്റിന് ശേഷം അച്ഛൻ എന്നെ കുറിച്ച് ആശങ്കയാണ്. അദ്ദേഹത്തിന് നമ്മുടെ സുരക്ഷയെ കുറിച്ചാണ് ആശങ്ക. അതുകൊണ്ടാണ് എനിക്ക് ശരിയായ ഗൈഡൻസ് നൽകാൻ ആഗ്രഹിക്കുന്നത്. നീ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ പേരൻസ് നമ്മുടെ ടീച്ചർമാരുമാണ്. പക്ഷെ നീ പറഞ്ഞത് കേൾക്കുമ്പോൾ നമ്മളും ടഫായിക്കൊണ്ട് അവരെ ചിലത് പഠിപ്പിക്കണമെന്ന് തോന്നുന്നു. യു ആർ റൈറ്റ്. ഓക്കെ, സീ യു ദെൻ. ബൈ ബൈ. ബൈ. ഇതാ അങ്ങനെ നമ്മൾ എത്തി. സ്കൂട്ടറിനോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? മാച്ച് സ്വന്തം തെറ്റുകാരനമല്ലേ തോറ്റത്. അടുത്ത മാച്ചിൽ കുറെ കൂടി ഡിസിപ്ലിൻ കൊണ്ടുവരൂ. തെറ്റുകൾ സ്വയം തന്നെ കുറഞ്ഞുകൊള്ളൂ. എന്താ? എന്റെ തെറ്റുകൊണ്ട് മാച്ച് തോറ്റേക്കാം, ശരിയാണ്. പക്ഷെ അച്ഛന്റെ തെറ്റുകൊണ്ട് ആരുടെയെങ്കിലും ജീവൻ പോയേക്കാം. എന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റർ ഇടാതെ അച്ഛൻ ലൈൻ ചേഞ്ച് ചെയ്യുന്നു, ഓവർടേക്ക് ചെയ്യുന്നു. ഇതിനെല്ലാം ഉപരി റാഷ് ഡ്രൈവിംഗ്. പോരാത്തതിന് റൈഡ് ചെയ്യുന്ന സമയത്ത് കയ്യുറകളോ ഫുൾ സ്ലീവ്സ് ധരിക്കുന്നില്ല. ഞങ്ങൾ മക്കൾ അച്ഛനിൽ നിന്നല്ലേ പഠിക്കുന്ന അച്ഛ. ഡിസിപ്ലിൻ കേവലം ഗെയിമിൽ മാത്രമല്ല, റോഡിലും അത്യാവശ്യമാണ്.